everyone, it's me Sabita Charles from Puthurands. നമ്മൾ ഇന്ന് കാണുന്നതും അമേരിക്കൻ ക്രേപ്പിൽ വന്നിട്ടുള്ള റണ്ണിംഗ് ഫാബ്രിക്കുകളുടെ കളക്ഷൻ ആണ്. നമുക്ക് അമേരിക്കൻ ക്രേപ്പിന്റെ തന്നെ രണ്ട് ബാച്ചിന്റെ ഒക്കെ കഴിഞ്ഞിരുന്നു. ഇതും വന്നിരിക്കുന്നത് ലേറ്റസ്റ്റ് ആയി വന്നിരിക്കുന്ന കളക്ഷൻ ആണ്. കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിന്റെ പ്രിന്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് അധികം തന്നെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. പർച്ചേസ് ചെയ്യേണ്ട വിധവും പേയ്മെന്റ് ചെയ്യേണ്ട വിധവും ഞങ്ങൾ കൊറിയർ ചെയ്യുന്ന വിധങ്ങളെല്ലാം തന്നെ വീഡിയോയുടെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് ടൈം വാച്ച് ചെയ്യുന്നവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം പർച്ചേസ് ചെയ്യുക. ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് 42 റുപ്പീസാണ് പെർ മീറ്ററിന്. വിഡ്ത്ത് വന്നിരിക്കുന്നതും 42 ഇഞ്ചിൽ തന്നെയാണ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡിലാണ്. അമേരിക്കൻ ക്രേപ്പ് എന്ന് പറയുമ്പോൾ കോട്ടൺ അല്ലല്ലോ. അപ്പോൾ കുറച്ച് പേരൊക്കെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണ കാണാം ചൂടെടുക്കുക എന്നുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് കോട്ടൺ അല്ലെങ്കിൽ ചൂടെടുക്കും, പക്ഷേ കംഫർട്ടായിട്ട് ഇത് വെയർ ചെയ്യാം. എനിക്കത് കമൻറ്റിൽ മറുപടി പറയാൻ കഴിയാത്തതിൻ്റെ കാരണം ചിലർക്ക് കോട്ടൺ ഇട്ടാലും ചൂടെടുക്കും. അപ്പം ഞാൻ ഇല്ല അത് ചൂടെടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വാങ്ങിച്ചു കഴിയുമ്പോൾ നമുക്ക് കംപ്ലൈൻറ്റ് വരാൻ പാടില്ലല്ലോ. ഇത് ഡിപ്പെൻസ്, നമ്മുടെ ഇഷ്ടമാണ് അമേരിക്കൻ ക്രേപ്പ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യണോ അത് ചൂടെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് പ്യുവർ കോട്ടൺ അല്ല, കോട്ടണേ അല്ല, അമേരിക്കൻ ക്രേപ്പ് ആണ് ഫാബ്രിക്. എന്നാൽ കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. ചിലർക്കൊക്കെ അമേരിക്കൻ ക്രേപ്പ് തന്നെ വേണം എന്ന് പറയുന്നവർക്കൊക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ തരം ഫാബ്രിക്കും ഇൻക്ലൂഡ് ചെയ്യുന്നത്. എല്ലാം ഇൻക്ലൂഡ് ആയിട്ടില്ല, ഞാൻ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ ഇത് അമേരിക്കൻ ക്രേപ്പ് ആണ് കേട്ടോ. വന്നതെല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടായി ഭയങ്കര ഡിമാൻഡായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് കോഫി ബ്രൗൺ കളറിൽ തന്നെ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ പാറ്റേണിൽ വന്നിട്ടുള്ളതാണ്. ഇതിൻ്റെ തന്നെ 4 കളറാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഈച്ച് ഡിസൈൻ 4 കളേഴ്സാണ് നമുക്ക് എപ്പോഴും തന്നെ നമ്മൾ കാണിക്കാറുള്ളത്. 42 ഇഞ്ച് വിഡ്ത്തിലാണ്, 42 റുപ്പീസ് പെർ മീറ്ററിലാണ്. നമുക്കിത് നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യാം. ഡെയിലി വെയർ ആയിട്ട് ഇപ്പോൾ വീട്ടിലൊക്കെ ഇടുമ്പോൾ അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാവുന്നതാണ്. ഓരോ ഡിസൈൻ ഇടുമ്പോൾ അത് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആകുമ്പോൾ റീസ്റ്റോക്ക് ചെയ്യാൻ പറയാറുണ്ട് എൻ്റെ അടുത്ത്. അപ്പം നമുക്ക് പുതിയ പുതിയ പ്രിന്റ് വരുന്നതുകൊണ്ട് പിന്നെ നമ്മളത് റീസ്റ്റോക്ക് ചെയ്യാൻ പോകാറില്ല. എല്ലാം തന്നെ നല്ല ഭംഗിയുള്ള ചെറിയ ഫ്ലവേഴ്സിൻ്റെ പ്രിന്റാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ബോട്ടിൽ ഗ്രീൻ കളറിലാണ്. പ്രിന്റ് എല്ലാം സെയിം ആണ്, പ്രൈസ് അല്ല കളർ ബേസ് കളർ മാത്രമാണ് ചേഞ്ച് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളർ, ഒരു റെഡ് കളറിലാണ്. ഒരു ചില്ലി റെഡ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു കളറിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്. പിന്നെ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. അമേരിക്കൻ ക്രേപ്പ് ചെയ്യുമ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. അതിപ്പോൾ ഞാൻ ഫ്രഞ്ച് ക്രേപ്പിൻ്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു, ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെ ചിലരൊക്കെ നമുക്ക് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാലും ലൈനിങ് ഇട്ടാലാണ് ചിലർക്കൊരു എന്താ പറയുക കോൺഫിഡൻ്റ് ആയിട്ട് നടക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലൈനിങ് ഇടാണ്ടിരിക്കണം എന്നല്ല. ആക്ച്വലി ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല. പിന്നെയുള്ളത് നമ്മളുടെ ഇഷ്ടമാണ് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്യണോ ലൈനിങ് ഇടാതെ സ്റ്റിച്ച് ചെയ്യണോ എന്നുള്ളത്. ട്രാൻസ്പെറൻ്റ് അല്ലാത്ത എല്ലാ ഫാബ്രിക്കിനും ഞാൻ പറയുന്നത് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് വന്നിരിക്കുന്നതും 42 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 രൂപയാണ് പെർ മീറ്റർ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് നേവി ബ്ലൂ ഷെയ്ഡിൽ വന്നിട്ടുള്ളതാണ്. എല്ലാം തന്നെ കുറേ അധികം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ഇത് ഫീൽ ചെയ്തിട്ടല്ലല്ലോ നമ്മൾ വാങ്ങിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ വീഡിയോസിലെല്ലാം തന്നെ പറഞ്ഞു തരാൻ പറ്റുന്നതിൻ്റെ ഒക്കെ മാക്സിമം പറയുന്നുണ്ട്. ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ 40/40, 60/60 അങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് അമേരിക്കൻ ക്രേപ്പാണ്, 42 ഇഞ്ച് വിഡ്ത്തിലാണ്, 42 റുപ്പീസ് പെർ മീറ്ററിലാണ്. ഇനി നമ്മൾ കാണുന്നത് കുറച്ചും കൂടെ കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സിൻ്റെ പ്രിൻ്റാണ്. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഒരു മെറൂൺ കളറിലാണ്. നിങ്ങൾക്ക് ക്ലോസ് വ്യൂവിൽ കാണിച്ചു തരാം, അതിനു മുമ്പ് ഞാൻ വെച്ച് കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള പാറ്റേൺ തന്നെയാണ്. ഇനി കുറച്ചും കൂടെ ക്ലോസ് വ്യൂവിൽ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകും അതിനകത്ത് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് എങ്ങനെയാണ് പോകുന്നതെന്ന്. കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെയും പ്രൈസ് 42 റുപ്പീസ് തന്നെയാണ്. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ നോക്കാം. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ഷെയ്ഡിലാണ്. പിങ്ക് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് പോയിരിക്കുന്നത്. എന്തൊരു ഭംഗിയാ, വളരെ സ്മോൾ ആയിട്ടുള്ള പ്രിന്റാണ് എല്ലാത്തിലും പോയിട്ടുള്ളത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഗ്രീൻ കളറിലുള്ളതാണ്. ഗ്രീൻ കളറിൽ തന്നെ വന്നിട്ടുള്ള സെയിം പ്രിന്റ് തന്നെയാണ്. ബോട്ടിൽ ഗ്രീൻ അല്ല, കുറച്ചും കൂടി ഒരു ലൈറ്റ് ആയിട്ടുള്ള ടോണാണ്. എന്നാൽ തീരെ ലൈറ്റ് ഗ്രീൻ എന്നല്ല പറയുന്നത്, എന്നാൽ ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ അല്ല. ഇങ്ങനെയാണ് ഇത് വരുന്നത്. നെക്സ്റ്റ് വൺ ഒരു പർപ്പിൾ ഷെയ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ്റെ കളർ എന്ന് പറയാം. അങ്ങനെയൊക്കെയുള്ള ഒരു കളറിലേക്കാണ് പോയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള കളേഴ്സ് തന്നെയാണ്, സെയിം പ്രിന്റ് തന്നെയാണ്. കുഞ്ഞു ഫ്ലവേഴ്സ് ആണ് ഇതിനകത്തും പോയിട്ടുള്ളത്.
42 ഇഞ്ച് വിഡ്ത്തിൽ തന്നെ 42 റുപ്പീസ് പെർ മീറ്ററിലാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് വേറൊരു ഡിസൈനിലാണ്. ഇതും കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് തന്നെയാണെങ്കിലും ആദ്യം കണ്ട ഫ്ലവേഴ്സ് അല്ല, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്ലവർ ആണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇതൊരു ബോട്ടിൽ ഗ്രീൻ തന്നെയാണ് കേട്ടോ. അതിനകത്ത് ഗ്രീൻ കളറിലുള്ള പ്രിൻ്റാണ് പോയിട്ടുള്ളത്. ചിക്കു കളറിലുള്ള ഫ്ലവേഴ്സും കൂടെ ഇൻക്ലൂഡഡ് ആണ്. 42 റുപ്പീസ് പെർ മീറ്റർ, 42 ഇഞ്ച് വിഡ്ത്തിലാണ്. അമേരിക്കൻ ക്രേപ്പ് ആണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒരു പർപ്പിൾ കളറാണ്, ഡാർക്ക് പർപ്പിൾ ആണ്. പിങ്ക് കളറിലും ചിക്കു കളറിലുമുള്ള ഫ്ലവേഴ്സ് ആണ് പോയിട്ടുള്ളത്. ഇത് വന്നിരിക്കുന്നതും 42 ഇഞ്ച് വിഡ്ത്തിൽ 42 റുപ്പീസ് പെർ മീറ്ററിലാണ്. നെക്സ്റ്റ് വൺ ഈ ഡിസൈനിൽ തന്നെ 2 കളറും കൂടെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഒന്ന് നേവി ബ്ലൂവിലാണ് വന്നിരിക്കുന്നത്. നേവി ബ്ലൂവിൽ വന്നിട്ടുള്ള അമേരിക്കൻ ക്രേപ്പിലുള്ള ചെറിയ പ്രിന്റിലുള്ള റണ്ണിങ് ഫാബ്രിക് ആണ് നമ്മൾ കാണുന്നത്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഒരു മെറൂൺ കളറിലുള്ളതാണ്. ലാസ്റ്റ് വൺ ആണ്, ലാസ്റ്റ് ഡിസൈനിലെ ലാസ്റ്റ് കളറാണ്. അമേരിക്കൻ ക്രേപ്പിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കുകളാണ്. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനോ പലാസോ സ്റ്റിച്ച് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 42 ഇഞ്ച് വിഡ്ത്തിൽ 42 റുപ്പീസ് പെർ മീറ്ററിൽ വന്നിരുന്ന അമേരിക്കൻ ക്രേപ്പിലുള്ള റണ്ണിങ് ഫാബ്രിക്കുകളുടെ കളക്ഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഇന്ന് കണ്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നതിന്റെ രീതി ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് ഒന്ന് വാട്സാപ്പ് ചെയ്യുക. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. കുറച്ച് പേർക്കൊക്കെ നമ്മൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അതിന്റെ പിക്ചർ കണ്ടിട്ട് വേണം സെലക്ട് ചെയ്യാമെന്ന് പറയാറുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്കായിട്ട് നമ്മളൊരു വാട്സാപ്പ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി എല്ലാ ദിവസവും ഔട്ടാവുന്ന വീഡിയോയുടെ ഫോട്ടോസ് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ പിക്ചർ നോക്കിയിട്ടും ഞങ്ങൾക്ക് സെൻഡ് ചെയ്ത് തന്നിട്ട് അങ്ങനെ ആയാലും പർച്ചേസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അതിൻ്റെയും ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാട്സാപ്പ് ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ പേയ്മെന്റ് എല്ലാം സ്വീകരിക്കുന്നത് QR കോഡ് വഴിയാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ടീം അത് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. QR കോഡ് ഒന്ന് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി QR കോഡ് സ്കാൻ ചെയ്യാൻ കഴിയുന്നില്ല, അറിയുന്നില്ല എന്ന് പറയുന്നവർക്കൊക്കെ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവരും അത് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും. അത് നോക്കി നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നോർമലി നമ്മൾ ആർക്കും തന്നെ നമ്പർ സെൻഡ് ചെയ്ത് കൊടുക്കുന്നില്ല പേയ്മെന്റ് ചെയ്യാനായിട്ട്. കാരണം 1-2 പേർക്കൊക്കെ അതിലൊരു മിസ്റ്റേക്ക് വന്നിട്ട് അവരുടെ എമൗണ്ട് തന്നെ വേറെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും തന്നെ QR കോഡ് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഗൂഗിൾ പേ ആയാലും Paytm ഒക്കെ ആയാലും ഇത് വഴി തന്നെ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ബാങ്ക് ട്രാൻസ്ഫർ വഴിയും നമ്മൾ പേയ്മെന്റ് സ്വീകരിക്കുന്നുണ്ട് കേട്ടോ. ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നമ്മളിതെല്ലാം കൊറിയർ ചെയ്യുന്നത് ഇന്ത്യ പോസ്റ്റ് വഴിയാണ്. കേരളത്തിനകത്ത് 500 എബവ് വരുന്ന ബില്ലുകൾ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് വഴിയാണ് ചെയ്യുന്നത്. ബിലോ 500 വരുന്നത് 500 രൂപയുടെ താഴെ വരുന്നതിന് നമ്മൾ 50 രൂപ ചാർജ് ചെയ്യുന്നുണ്ട്. ഔട്ട്സൈഡ് കേരളയ്ക്കും നമ്മൾ 50 റുപ്പീസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇതെല്ലാം ഇന്ത്യ പോസ്റ്റ് വഴിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റോ അതല്ലെങ്കിൽ DTDCയോ വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആവശ്യമുണ്ടെങ്കിൽ അതൊന്ന് ഇൻഫോം ചെയ്യണേ. അതിനുള്ള പേയ്മെന്റ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ കുറച്ച് പേരൊക്കെ ചോദിക്കാറുണ്ട് ഇത് ഷോപ്പിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇത് ഷോപ്പിൽ അവൈലബിൾ ആണ്. വീഡിയോ ഔട്ട് ആവുന്ന ദിവസം ഷുവറായിട്ട് നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത് അങ്കമാലിയിൽ തന്നെയാണ്. അങ്കമാലി ടൗണിൽ തന്നെ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ ഒക്കെ അടുത്തായിട്ടൊരു SBI വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ഷോപ്പ് വന്നിരിക്കുന്നത്. നമ്മൾ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഓൺലൈനിലും അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിലും സ്റ്റിച്ചിങ് അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനർ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. അവരുടെ നമ്പർ ഞാനൊന്ന് പറയാം. 8891060225 8891060225. ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് കേട്ടോ. നമ്മൾ വീഡിയോ എല്ലാം എടുക്കുന്നത് നമ്മുടെ മൊബൈലിലാണ്. അപ്പം ഞാൻ അഡ്വാൻസ് ചെയ്ത് പറയുകയാണ്, ഒരു 10 to 15% കളർ വേരിയേഷൻ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട്. നമുക്ക് ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നോർമലി ഇങ്ങനെ ഡെയിലി ബേസിസിൽ തന്നെ വാങ്ങിക്കുന്നവർ. അപ്പോൾ അവർക്കറിയാം എത്രത്തോളം കളർ വേരിയേഷൻ ഉണ്ടാകുമെന്നുള്ളത്. എങ്കിലും ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നവർക്കും ഫസ്റ്റ് ടൈം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടി പറഞ്ഞതാണ്.
പല മെറ്റീരിയൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാറുണ്ട്. ക്യാമ്പ്രിക് കോട്ടൺ വെച്ചിട്ട് 40x40 ആയിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ട് അങ്ങനെ എന്താ പറയുക സെമി ടസർ, സെമി ലിനൻ എല്ലാം തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പോൾ പ്യുവർ കോട്ടൺ വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഫസ്റ്റ് വാഷിന് മുമ്പ് കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. കളർ ഗാർഡ് യൂസ് ചെയ്യുന്നതിൻ്റെ വിധങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മുടെ ഫോളോവേഴ്സിന് വേണ്ടി ഞാനൊന്ന് പറയട്ടെ. ഒരു 3 ലിറ്റർ വെള്ളത്തിലേക്ക് 2 അടപ്പ് കളർ ഗാർഡ് ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ക്ലോത്ത് അതിനകത്തുനിന്ന് മുക്കി വെക്കുക. അരമണിക്കൂറിന് ശേഷം പിഴിഞ്ഞെടുത്ത് ഉണക്കിയതിന് ശേഷം മാത്രം ഡിറ്റർജൻറ്റ് വാഷ് ചെയ്യാവൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കളർ സേഫായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഞാൻ പ്യുവർ ഹാൻഡ് ബ്ലോക്ക് പ്രിന്റ് അതല്ലെങ്കിൽ പ്യുവർ അജ്രക് കോട്ടൺ അല്ലെങ്കിൽ പ്യുവർ കോട്ടൺ അങ്ങനെയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്. എങ്കിലും ഒന്നും കൂടെ ഞാൻ ഉറപ്പിക്കുകയാണ്, പ്യുവർ കോട്ടൺ ആകുമ്പോൾ അതിൻ്റെ കളറിൻ്റെ സേഫിന് വേണ്ടിയിട്ട് ഫസ്റ്റ് വാഷിന് മുമ്പ് നിങ്ങൾ മസ്റ്റായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്യുക. നിങ്ങൾ ഏത് കളർ ഗാർഡാണ് യൂസ് ചെയ്യണമെങ്കിൽ ഇന്ന ബ്രാൻഡെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെയും കളർ ഗാർഡ് മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതെല്ലാം നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണെന്ന്. ഷോപ്പിലും ഓൺലൈനിലും ഒരുപോലെ അവൈലബിൾ ആക്കിയിട്ടാണ് നമ്മളിതെല്ലാം തന്നെ സെയിൽ ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമ്മളിതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് അയച്ചിട്ട് കിട്ടണില്ല അല്ലെങ്കിൽ വിളിച്ചിട്ട് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടി ഞാൻ ഒരു കാര്യം കൂടി ഓപ്ഷൻ കൂടി തരാം. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ poothirans@gmail.com ഒന്ന് മെയിൽ ചെയ്താൽ മതി. POOTHURANS@gmail.com ഇതാണ് നമ്മുടെ മെയിൽ ID വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി കംപ്ലൈൻറ്റ് വന്നു, അപ്പോൾ അത് എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ മെയിൽ ID ഒന്ന് നിങ്ങളുടെ മെയിൽ ഒന്ന് സെൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ കിട്ടും, ഞങ്ങൾക്കത് കാണാനായിട്ട് കഴിയുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്യാൻ കഴിയുന്നതാണ് കേട്ടോ. നമ്മളെല്ലാം തന്നെ മൂന്ന് സോഷ്യൽ മീഡിയയിലും ഒരുപോലെ തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആക്കുന്നത്. രാവിലെ 7:30 മുതലാണ് നമ്മുടെ വീഡിയോ ഔട്ട് ആകുന്നത്. 7:30 ഉണ്ട്, 8-നുണ്ട്, 8:30 ഉണ്ട്, 9-നുണ്ട്, 9:30 ഉണ്ട്, 10-നുണ്ട്. അങ്ങനെ ഡിപ്പെൻസ്. അത് ചിലപ്പോൾ കുറച്ചധികം റണ്ണിങ് ഫാബ്രിക് ഉണ്ടെങ്കിൽ നമ്മളൊരു 3-4 റണ്ണിങ് ഫാബ്രിക് ഇടും. പിന്നെ നമ്മളിപ്പോൾ സാരി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സൽവാർ സൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ചിലപ്പോൾ കുർത്തികൾ ഉണ്ടാകാം, ചിലപ്പോൾ ബെഡ്ഷീറ്റുകൾ ഉണ്ടാകാം. അപ്പോൾ അതൊരു 10 o'clock ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ ഔട്ടായി തീരാവുന്ന പോലെയാണ് നമ്മളിതെല്ലാം തന്നെ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 3 പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് തന്നെയാണ് നമ്മുടെ വീഡിയോസ് എല്ലാം തന്നെ ഔട്ട് ആകുന്നത്. പിന്നെ നമ്മുടെ ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം കുറച്ച് പേര് ചോദിക്കാറുണ്ട്. ഷോപ്പിൻ്റെ വർക്കിംഗ് ടൈം വന്നിരിക്കുന്നത് 9:30 മുതൽ 8 o'clock വരെയാണ്. നമ്മുടെ ഡിസൈനർ ടീമിൻ്റെ വർക്കിംഗ് ടൈം 9:30 മുതൽ 6 PM വരെയാണ്. നമ്മുടെ വീഡിയോസ് ഔട്ട് ആകുന്നത് 7:30 AM മുതലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. 7:30 AM മുതൽ വീഡിയോ ഔട്ട് ആകും. അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കുറച്ച് പേര് മെസ്സേജ് അയക്കാറുണ്ട്. 9:30 AM-നാണ് നമ്മുടെ സ്റ്റാഫ് വർക്കിംഗ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈം ഗ്യാപ്പ് നിങ്ങളൊന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രൊഡക്റ്റുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞങ്ങളുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.